ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ് പ്രിയപ്പെട്ടവരെ. കേരളത്തിലെ ഞാൻ ഈ പറഞ്ഞ വാക്കുകളിൽ നിന്ന് എന്തുകൊണ്ട് കേരളത്തിലെ ആരോഗ്യരംഗം, സർക്കാർ ആരോഗ്യരംഗം ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പരിശോധിക്കുക. അടിസ്ഥാന സൗകര്യം, മെഡിക്കൽ വിദ്യാഭ്യാസം, പുതിയ നൂതന സംവിധാനങ്ങൾ, എത്ര മുന്നോട്ട് പോയി നമ്മൾ. കൂടുതൽ കരുത്തോടെ കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് തന്നെ സർക്കാർ മുന്നോട്ട് പോകും. ഇതിനെല്ലാം നേതൃത്വം നൽകിയ ഞാൻ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മുടെ പ്രോജക്റ്റുകൾ, ഇതിനെല്ലാം നേതൃത്വം നൽകിയ, ഞങ്ങളെല്ലാവരെയും നയിച്ച ഓരോ കൃത്യമായ ഇടവേളകളിൽ മീറ്റിങ്ങുകൾ എടുത്തുകൊണ്ട് ഭാരത മിഷൻ തന്നെ 10 കാര്യങ്ങൾ നമ്മൾ വിഭാവനം ചെയ്തു. ആ 10 കാര്യങ്ങളും സാധ്യമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. ക്യാൻസറിൻ്റെ പ്രതിരോധം ഉൾപ്പെടെയുള്ള 22 ലക്ഷം ആളുകളാണ് സ്ക്രീനിങ്ങിന് വിധേയരായത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രി നടത്തിയിരിക്കുന്നത് നാം കാണേണ്ടത്, രാജ്യത്ത് ഒരു ജില്ലാ ആശുപത്രി പോലും കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നില്ല എന്ന അവസ്ഥയിലാണ് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ ട്രാൻസ്പ്ലാന്റേഷനുകൾ നടക്കുന്നത്. സൗജന്യമായി 3000 രോഗികൾ കേരളത്തിൻ്റെ സർക്കാർ ആശുപത്രികളിൽ ഡയാലിസിസ് ചെയ്യുന്നു. എന്താണ് അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള വശം? ഒരു ഡയാലിസിസിന് മിനിമമാണ് ഞാൻ പറയുന്നത് 1500 രൂപ സർക്കാർ സംവിധാനത്തിന് പുറത്ത്. ഞാനൊരിടത്ത് ഇത് സംസാരിച്ചപ്പോൾ ഒരാൾ ഇത് കഴിഞ്ഞു വന്ന് പറഞ്ഞു, മിനിസ്റ്റർ പറഞ്ഞതിലൊരു തെറ്റുണ്ട്, ഞാൻ 2250 രൂപയാണ് കൊടുക്കുന്നത്. ഏറെ അഭിമാനത്തോടെ പറയട്ടെ, നമ്മുടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രി കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ ഒരു മാസത്തിൽ 5 കോർണിയ ട്രാൻസ്പ്ലാന്റേഷനുകളാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രി നടത്തിയിരിക്കുന്നത്. നാം കാണേണ്ടത്, രാജ്യത്ത് ഒരു ജില്ലാ ആശുപത്രി പോലും കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നില്ല എന്ന അവസ്ഥയിലാണ് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ ട്രാൻസ്പ്ലാന്റേഷനുകൾ നടക്കുന്നത്. ഈ 5 ട്രാൻസ്പ്ലാന്റേഷനുകളിൽ തന്നെ അതീവ വൈദഗ്ധ്യവും നൂതന സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്ന ലാമെല്ലാർ കെട്രോപ്ലാസ്റ്റി അഥവാ കോർണിയ മുഴുവനായി മാറ്റാതെ കേടുവന്ന പാളികൾ മാത്രമായി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയും നടന്നിട്ടുണ്ട്. ഇതും രാജ്യത്ത് ആദ്യമാണ്. നമ്മളൊന്ന് ഓർത്തു നോക്കിയാൽ 10 വർഷം മുൻപ് നമ്മുടെ കേരളത്തിൻ്റെ ജില്ലാ, ജനറൽ, താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉണ്ടായിരുന്നില്ല. അന്ന് 10 ആശുപത്രികളിൽ മാത്രമാണ് ഡയാലിസിസ് സൗകര്യം ഉണ്ടായിരുന്നത്. ഇന്ന് കേരളത്തിൽ 125 ആശുപത്രികളിൽ ഡയാലിസിസ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ദിവസം സൗജന്യമായി 3000 രോഗികൾ കേരളത്തിൻ്റെ സർക്കാർ ആശുപത്രികളിൽ ഡയാലിസിസ് ചെയ്യുന്നു. എന്താണ് അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള വശം? ഒരു ഡയാലിസിസിന് മിനിമമാണ് ഞാൻ പറയുന്നത് 1500 രൂപ സർക്കാർ സംവിധാനത്തിന് പുറത്ത്. ഞാനൊരിടത്ത് ഇത് സംസാരിച്ചപ്പോൾ ഒരാൾ ഇത് കഴിഞ്ഞു വന്ന് പറഞ്ഞു, മിനിസ്റ്റർ പറഞ്ഞതിലൊരു തെറ്റുണ്ട്, ഞാൻ 2250 രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ 1500 ഗുണം മിനിമം കണക്ക് കൂട്ടിയാൽ ഗുണം 3000, എത്ര രൂപ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് കയ്യിൽ ഉണ്ടായിട്ട് ചിലവാക്കാത്തത് അല്ല. അപ്പോൾ അവരുടെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിൽ, അല്ലെ അവരെ കൂടുതൽ പ്രതിസന്ധിയിൽ അകപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ സർക്കാർ നടത്തും. ഇന്ന് കേരളത്തിലെ ജില്ലാ, ജനറൽ, താലൂക്ക് ആശുപത്രികളിൽ അവയവ മാറ്റം നടക്കുന്നു. എറണാകുളം ജനറൽ ആശുപത്രിയിൽ 9ാമത്തെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കാൻ പോകും. 8 എണ്ണം വിജയകരമായി നടന്നു. ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എറണാകുളം ജില്ലാ ആശുപത്രിയിൽ നടന്നു. നമ്മുടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു മാസത്തിനുള്ളിൽ 5 എന്നുള്ളത് ഞാനിവിടെ പറഞ്ഞു. ഞാൻ മുഴുവൻ ടീമിനെയും അഭിനന്ദിക്കുക. നമ്മൾ കാണേണ്ടത്, കേരളത്തിൻ്റെ സർക്കാർ സംവിധാനത്തെ വളരെ ബോധപൂർവം ആക്രമിക്കുന്നതിനും അധിക്ഷേപിക്കുന്നതിനും ശ്രമം നടത്തുമ്പോൾ നോക്കൂ, കൂടുതൽ ഊർജത്തോടെ നമ്മൾ ഈ നാട്ടിലെ സാധാരണക്കാരെ
ചേർത്ത് പിടിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ മികവുകളിലേക്കും കൂടുതൽ സേവനങ്ങളിലേക്കും പോകുന്നതിൻ്റെ ഉദാഹരണമാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടന്ന ഈ ട്രാൻസ്പ്ലാന്റേഷനുകൾ എന്ന് പറയട്ടെ. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജില്ലാ ജനറൽ താലൂക്ക് ആശുപത്രികൾ പരിശോധിച്ചാൽ പാറശാല മുതൽ അങ്ങ് മഞ്ചേശ്വരത്ത് മംഗൽപാടി വരെ, മംഗൽപാടിയിലെ മഞ്ചേശ്വരത്തെ MLA പ്രസംഗിച്ചു, എത്രയോ പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഈ മഞ്ചേശ്വരം നിവാസികൾക്ക് ഈ നമ്മുടെ താലൂക്ക് ആശുപത്രികളിൽ മികച്ച അടിസ്ഥാന അവിടെ പുതിയ നിർമ്മാണം വരുന്നു. പാറശാലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. മലയിൻകീഴ്, പാറശാല എന്നുവേണ്ട ഇന്ന് ചിറയിൻകീഴ്, അങ്ങനെ എല്ലാ ആശുപത്രികളും 130 ആശുപത്രികൾ ജില്ലാതലത്തിൽ മാത്രം നമ്മൾ തെരഞ്ഞെടുത്തതിൽ 115 ആശുപത്രികളും പൂർത്തിയാക്കി കഴിഞ്ഞു. നിർമ്മാണം പൂർത്തിയായി, അല്ലെങ്കിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, പഞ്ചായത്ത് തലത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തി. 779 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ. അതിനു താഴെ പണ്ട് സബ് സെൻ്ററുകൾ ഉണ്ടായിരുന്നു. വല്ലപ്പോഴും തുറക്കും, അല്ലെ മാസത്തിൽ ഒരിക്കൽ തുറക്കും, അല്ലെ തുറക്കില്ല. ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആ സബ് സെൻ്ററുകളെ നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായി പരിവർത്തനപ്പെടുത്തി. 3-4 വാർഡുകളുള്ളിടത്ത് ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം. പ്രായമുള്ള ആളുകൾക്ക് ദൂരേക്ക് പോകണ്ട, ആ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ വരാം. അവിടെ പ്രമേഹവും രക്തസമ്മർദ്ദവും വിളർച്ചയും ഒക്കെ പരിശോധിക്കാം. 10ലധികം ടെസ്റ്റുകൾ പരിശോധിക്കാം. അവിടെ ആരോഗ്യ ക്ലബ്ബുണ്ട്, വ്യായാമം ചെയ്യാം. അവിടെ യോഗയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളുണ്ട്. 5416 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഇന്ന് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. 2023 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതാണ്. നമ്മുടെ മെഡിക്കൽ കോളേജുകൾ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ, തിരുവനന്തപുരത്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും, ഇൻ്റർവെൻഷണൽ ന്യൂറോളജി ഉൾപ്പെടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും പുതിയ സൗകര്യങ്ങൾ, പുതിയ എക്യുപ്മെൻറ്റ്സ് ഉൾപ്പെടെയുള്ളവ ലഭ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റമുണ്ടായി. 4 മെഡിക്കൽ കോളേജുകൾ, 21 നഴ്സിംഗ് കോളേജുകൾ, സർക്കാർ അനുബന്ധ മേഖലകളിൽ മാത്രം എല്ലാ ജില്ലകളിലും സർക്കാർ മെഡിക്കൽ കോളേജും സർക്കാർ നഴ്സിംഗ് കോളേജും സാധ്യമായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് മെറിറ്റ് അടിസ്ഥാനത്തിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ അവസരങ്ങൾ ഉണ്ടാകണം എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള അതിസങ്കീർണമായ ശസ്ത്രക്രിയകൾ ഇന്ന് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സാധ്യമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ രാജ്യത്ത് ആദ്യത്തേത്, ലോകത്ത് 3ാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം. കേരളം ആയുർവേദ രംഗത്തിന് നൽകുന്ന എക്കാലത്തെയും മികച്ച സംഭാവനകളിൽ ഒന്ന് കണ്ണൂരിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. KCDC, കേരള സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ, അതായത് പകർച്ചവ്യാധികളൊക്കെ മുൻകൂട്ടി കണ്ട് അത് ഫോർകാസ്റ്റ് ചെയ്യുന്നതിനും സംസ്ഥാനത്തിനൊരു എപ്പിഡമിക് ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്ഥാപനം അത് പ്രവർത്തനം ആരംഭിച്ചു. 7ഓളം പുതിയ സ്ഥാപനങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു. 10 വർഷം മുൻപ് 30,000 രൂപയാണ് ഒരു കുടുംബത്തിന് ശരാശരി ഒരു വർഷം ലഭിച്ചിരുന്ന സൗജന്യ ചികിത്സ എങ്കിൽ ഇന്ന് ആ 30,000ൻ്റെ സ്ഥാനത്ത് ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപ ഒരു വർഷം ചികിത്സ സഹായമായി ലഭിക്കുന്നു, ചികിത്സയ്ക്ക് ലഭിക്കുന്നു. അന്ന് 40,000 കുടുംബങ്ങൾക്ക് ലഭിച്ചിരുന്നു എങ്കിൽ ഇന്ന് 42.5 ലക്ഷം കുടുംബങ്ങൾക്ക് സംസ്ഥാനത്ത് അവർ ആരോഗ്യ പരിരക്ഷയിലുണ്ട്. അവർക്ക് സൗജന്യ ചികിത്സ ലഭിക്കുന്നു. സർക്കാർ സംവിധാനങ്ങളിൽ എംപാനൽഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ നമ്മളൊന്ന് കണക്കാക്കി നോക്കണം. 30,000ൻ്റെ സ്ഥാനത്ത് 5 ലക്ഷം, 40,000 കുടുംബങ്ങളുടെ സ്ഥാനത്ത് 42 ലക്ഷം. അതുകൊണ്ടാണ് ദേശീയ തലത്തിൽ, കേന്ദ്ര തലത്തിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനത്തിനുള്ള പുരസ്കാരം നമുക്ക് തുടർച്ചയായി ലഭിച്ചുകൊണ്ട് ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചികിത്സ എല്ലാവർക്കും പ്രാപ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ പ്രവർത്തിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് കാത്ത് ലാബുകൾ. 10 വർഷം മുൻപ് നമുക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല ഒരു ജില്ലാ ആശുപത്രിയിൽ കാത്ത് ലാബ് ഉണ്ട് എന്ന്. ഇന്ന് നമ്മുടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഉൾപ്പെടെ കാത്ത് ലാബ് പ്രവർത്തിക്കുന്നു. ഹൃദ്രോഗ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്ത് ലാബുകൾ പ്രവർത്തിക്കുന്നു. ഏറ്റവും ഒടുവിൽ ശേഷിച്ചത് ഇടുക്കിയിൽ മാത്രമാണ്. അടിമാലിയിലും കാത്ത് ലാബ് ഏതാണ്ട് അതിൻ്റെ സ്ഥാപനം പൂർത്തിയായി കഴിഞ്ഞു, ഇൻസ്റ്റലേഷൻ പൂർത്തിയായി കഴിഞ്ഞു, അത് ഫങ്ഷനാകാനായിട്ട് പോവുകയാണ്. 14 ജില്ലകളിലും കാത്ത് ലാബുകൾ. എന്താണ് അതിൻ്റെ ഫലം?
ആക്സസിബിലിറ്റി മാത്രമല്ല, 30% നേരത്തെ ആശുപത്രികളിൽ എത്തുന്നവർക്ക് ഹൃദയസ്തംഭനം മൂലമുള്ള മരണനിരക്കെങ്കിൽ ഇന്നത് 6% കുറയ്ക്കാനായിട്ട് സാധിച്ചു. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസ് റിപ്പോർട്ട് പ്രകാരം പറയുന്നു, 75ാമത് റിപ്പോർട്ടും 79ാമത് റിപ്പോർട്ടും താരതമ്യം ചെയ്യുമ്പോൾ നഗരപ്രദേശങ്ങളിൽ 23,000 രൂപയായിരുന്നു 75ാമത് റിപ്പോർട്ടിലെങ്കിൽ 79ാമത് റിപ്പോർട്ടിൽ 13,000 രൂപയായിട്ട് ചെലവ് കുറഞ്ഞിരിക്കുന്നു. ഗ്രാമീണ മേഖലകളിൽ 17,000 രൂപയായിരുന്നെങ്കിൽ ഇന്ന് 79ാമത്തെ 2024 പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു അത് 9,000 രൂപയായി കുറഞ്ഞിരിക്കുന്നു. കേരളത്തിൽ ചികിത്സാ ചെലവ്, ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറയുന്നു. ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ് പ്രിയപ്പെട്ടവരെ. കേരളത്തിലെ ഞാൻ ഈ പറഞ്ഞ വാക്കുകളിൽ നിന്ന് എന്തുകൊണ്ട് കേരളത്തിലെ ആരോഗ്യരംഗം, സർക്കാർ ആരോഗ്യരംഗം ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പരിശോധിക്കുക. അടിസ്ഥാന സൗകര്യം, മെഡിക്കൽ വിദ്യാഭ്യാസം, പുതിയ നൂതന സംവിധാനങ്ങൾ, എത്ര മുന്നോട്ട് പോയി നമ്മൾ. കൂടുതൽ കരുത്തോടെ കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് തന്നെ സർക്കാർ മുന്നോട്ട് പോകും. ഇതിനെല്ലാം നേതൃത്വം നൽകിയ ഞാൻ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മുടെ പ്രോജക്റ്റുകൾ, ഇതിനെല്ലാം നേതൃത്വം നൽകിയ, ഞങ്ങളെല്ലാവരെയും നയിച്ച ഓരോ കൃത്യമായ ഇടവേളകളിൽ മീറ്റിങ്ങുകൾ എടുത്തുകൊണ്ട് ഭാരത മിഷൻ തന്നെ 10 കാര്യങ്ങൾ നമ്മൾ വിഭാവനം ചെയ്തു. ആ 10 കാര്യങ്ങളും സാധ്യമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. ക്യാൻസറിൻ്റെ പ്രതിരോധം ഉൾപ്പെടെയുള്ള 22 ലക്ഷം ആളുകളാണ് സ്ക്രീനിങ്ങിന് വിധേയരായത്. അതിന് ദിശാബോധം നൽകിയ, നമ്മളെ നയിച്ച ബഹുമാനയുടെ മുഖ്യമന്ത്രി ഇന്ന് ഈ നിർമ്മാണോദ്ഘാടനം നടത്തുന്നു എന്നുള്ളത് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത് നടത്തിയേ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ വാശിയോടെ ഇതെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ടെൻഡറായി ഒരു കമ്പനി ഇത് ഏറ്റെടുത്തു. നിർമ്മാണം വളരെ വേഗം നടന്ന് ഇത് പൂർത്തിയാകും.